നല്ല ബന്ധങ്ങൾ എല്ലായ്പ്പോഴും ആരോഗ്യകരമായ മനസ്സിന്റെ അടിസ്ഥാനമാണ്. ഇന്നത്തെ ധ്യാനചിന്ത ആരോഗ്യകരമായ മനസ്സ് രൂപപ്പെടുന്നതിൽ നല്ല ബന്ധങ്ങൾ അഥവാ ഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെ സഹായകമാകും എന്നതാണ്. ബന്ധങ്ങൾ വൈദ്യുതി പോലെയാണ്. തെറ്റായ കണക്ഷൻ ജീവിതത്തിൽ ഷോക്കുകൾ തന്നുകൊണ്ടിരിക്കും. ശരിയായ കണക്ഷൻ ജീവിതത്തിന് വെളിച്ചം തന്നുകൊണ്ടിരിക്കും. APJ അബ്ദുൽ കലാമിന്റെ ചിന്തോദീപകമായ വരികളാണ് ഇത്. പരസ്പരം മുറിപ്പെടുത്താതെയും അവഗണിച്ചു കളയാതെയും ബന്ധങ്ങളുടെ ആത്മീയത കാത്തുസൂക്ഷിച്ച ഒരു വേദപുസ്തക കഥാപാത്രമാണ് രൂത്ത്. വേദപുസ്തകത്തിൽ വിവരിക്കുന്ന രൂത്തിന്റെ ജീവിതം പരസ്പര ബന്ധങ്ങളുടെ വിശുദ്ധിയും നിസ്വാർത്ഥമായ സ്നേഹവും പരസ്പര വിശ്വാസവും പ്രകടിപ്പിക്കുന്ന മനോഹരമായ ഒരു അനുഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുടുംബ ബന്ധത്തിന്റെ കൂട്ടായ്മയിൽ പരസ്പര ബഹുമാനവും ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണവും ദൈവബന്ധത്തിലുള്ള ആശ്രയത്വവും രൂത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ സന്തോഷ അനുഭവങ്ങളിലും പ്രതിസന്ധികൾ നിറഞ്ഞ തകർച്ചയുടെ സാഹചര്യങ്ങളിലും ഒരുപോലെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന കാഴ്ച വളരെ അത്ഭുതകരമാണ്. പരസ്പര ബന്ധങ്ങളിൽ കാത്തുസൂക്ഷിച്ച വിശ്വസ്തതയും കർത്തവ്യ നിർവഹണവും രൂത്തിന്റെ ജീവിതത്തെ വളരെയധികം മാതൃകാപൂർണമാക്കുന്ന ഒന്നാണ്. രൂത്തിന്റെ ജീവിതത്തിൽ നിന്ന് മാതൃകയാക്കാൻ പറ്റുന്ന ചില ജീവിത ചിന്തകൾ. 1. പരസ്പര ബന്ധങ്ങളിൽ കാത്തുസൂക്ഷിച്ച പ്രതിബദ്ധത അഥവാ കമ്മിറ്റ്മെന്റ്. ആ കുടുംബത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും വിട്ടുകളയാതെ ചേർത്ത് പിടിക്കുവാൻ രൂത്തിന് സഹായകമായി. സ്വന്തം ജീവിത പങ്കാളിയെയും 2 ആൺമക്കളെയും നഷ്ടപ്പെട്ട നവോമി എന്ന അമ്മായിയമ്മയെ വിട്ടുകളയാതെ ഒപ്പം നിന്ന് ഒരു സഖിയായി രൂത്ത് പ്രവർത്തിക്കുന്നു. യഥാർത്ഥ ബന്ധം എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ മാത്രം നിലനിൽക്കുന്നതല്ല, പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കുന്നതാണ് എന്ന വലിയ സത്യം രൂത്ത് നമ്മെ പഠിപ്പിക്കുന്നു. 2. ബന്ധങ്ങളെ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുമ്പോൾ എനിക്കെന്ത് ലഭിക്കും എന്നല്ല, എനിക്കെന്ത് നൽകാൻ കഴിയും എന്ന ചിന്തയാണ് രൂത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്. രൂത്ത് അവൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ പോലും സ്വന്തം അമ്മായിയമ്മയെ നിസ്വാർത്ഥമായ സ്നേഹം പകർന്ന് സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നു. വിട്ടുവീഴ്ചകളും ചേർത്ത് നിർത്തലുകളും ഉണ്ടാകുന്നിടത്താണ് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതും. 3. രൂത്തിന്റെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു ഘടകം വിശ്വാസവും ദൈവഭയവുമാണ്. ഇത് രൂത്തിന്റെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർത്ത ഘടകങ്ങളാണ്. രൂത്ത് ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരവും അനുഗ്രഹവുമായി തീർന്നു. ദൈവത്തെ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും അനുഗ്രഹവും അർത്ഥവത്തുള്ളതായും തീരും. 4. രൂത്തിന്റെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു ഘടകം ക്ഷമയും സഹനവുമാണ്. അവളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും ഒപ്പമുള്ളവരെ കരുതുന്നതിനും ഇത് സഹായകമായി. ബന്ധങ്ങൾ തകർക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അവയെ കാത്തു സൂക്ഷിക്കുവാൻ ഏറെ ശ്രമകരവുമാണ്. അനാവശ്യമായ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കലല്ല, അതിനപ്പുറം ആവശ്യമുള്ള ബന്ധങ്ങളെ നിലനിർത്തലാണ് ക്രിസ്തീയ സാക്ഷ്യം. ദൈവബന്ധത്തെ കേന്ദ്രമാക്കി നമ്മുടെ ജീവിതം നയിക്കപ്പെടുമ്പോൾ അർത്ഥവത്തായ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും അതിനെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് സാധ്യമാകും. അത് നമ്മുടെ മനസ്സിനെ ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തുന്നതിനും അർത്ഥവത്തായി ജീവിക്കുന്നതിനും ഇടയാക്കുന്നു. അർത്ഥവത്തായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക.